മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് 2016 മെയ് 25-നാണ്. ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ 71 വയസ്സ്. പിറന്നാളിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു സത്യപ്രതിജ്ഞ. ഇപ്പോഴിതാ 80ന്റെ നിറവിൽ എത്തി നിൽക്കുന്നു സഖാവ് പിണറായി. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. മുൻഗാമികൾക്കും ആർക്കും സാധിക്കാത്ത വിധം ഭരണ തുടർച്ച നേടിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ 9 വർഷം പിന്നിട്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലെ പിണറായി പഞ്ചായത്തിലെ കർഷക കുടുംബത്തിൽ കള്ള് ചെത്തു തൊഴിലാളിയായിരുന്ന മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകനായി 1945 മെയ് 24-നായിരുന്നു പിണറായി വിജയന്റെ ജനനം. കുമാരനും നാണുവും ജ്യേഷ്ഠ സഹോദരങ്ങളാണ്. 14 സഹോദരങ്ങളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി. രണ്ടാമത്തെ സഹോദരനായിരുന്ന കുമാരൻ അച്ഛന്റെ പാത പിന്തുടർന്ന് ചെത്തുതൊഴിലിലേക്ക് പോയി. കുമാരനിലൂടെയാണ് വിജയൻ കമ്മ്യൂണിസ്റ്റ് ആയത്. ജീവിത പ്രാരാബ്ധങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും ഒരുപോലെ പോരാടി തോൽപ്പിച്ചാണ് പിണറായി വിജയൻ എന്ന തൊഴിലാളി നേതാവ് വളർന്നത്. പിണറായി ശാരദവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസം. പലപ്പോഴും ദാരിദ്ര്യം തുടർ പഠനത്തിന് വിലങ്ങുതടിയായി മാറിയ വിദ്യാർത്ഥി ജീവിതമായിരുന്നു പിണറായി വിജയന്റേത്. സ്കൂൾ ഫൈനലിന് ശേഷം നെയ്ത്തു തൊഴിലാളിയായും വിജയൻ ജീവിതത്തെ ഒരുമിച്ചു നിർത്താൻ ശ്രമം നടത്തി. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രീ ഡിഗ്രി പഠനത്തിനായി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എത്തുന്നത്. ഇക്കാലയളവിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും നേതൃനിരയിലേക്ക് വരുന്നതും. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് പഠിക്കുമ്പോൾ KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. തുടർന്ന് നിരവധി വിദ്യാർത്ഥി സമര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. വൈകാതെ KSFന്റെ സംസ്ഥാന സെക്രട്ടറിയായി. തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജ് ഏറെ കോളിളക്കമുണ്ടാക്കി. 1964-ലാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. 1967-ൽ CPM തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി. 1968-ൽ മാവിലായിൽ നടന്ന കണ്ണൂർ ജില്ലാ പ്ലീനറി സമ്മേളനത്തിൽ വെച്ച് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. 1972-ൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പിണറായി വിജയൻ 1978-ൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്ന് 1986-ൽ പിണറായി വിജയൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1989-ൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്റർ കേന്ദ്രീകരിച്ചായി. 1970-ലെ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച് 26-ാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തി. 1977-ലും 1991-ലും കൂത്തുപറമ്പിൽ വിജയം ആവർത്തിച്ചു. 1996-ൽ പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലയളവിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ചുമതല വഹിച്ചത്. 1996 മുതൽ 1998 വരെ 3ാം EK നായനാർ മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി സഹകരണ വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുതി ഉൽപാദനം, വിതരണം എന്നിവ വളരെ കാര്യക്ഷമമാക്കുന്നതിലും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഇക്കാലയളവിൽ പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിനായി കാനഡയിലെ SNC ലാവ്ലിൻ എന്ന കമ്പനിയുമായി ഒപ്പുവെച്ച കരാറിന്റെ പേരിലുള്ള വിവാദങ്ങൾ ഇന്നും തുടരുകയാണ്. 1998 സെപ്റ്റംബറിൽ ചടയൻ ഗോവിന്ദൻ അന്തരിച്ചതിനെ തുടർന്ന് വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ പാർട്ടിയുടെ അമരത്തെത്തി. 2002-ലെ കണ്ണൂർ സമ്മേളനവും 2005-ലെ മലപ്പുറം സമ്മേളനവും 2008-ലെ കോട്ടയം സമ്മേളനവും 2012-ലെ തിരുവനന്തപുരം സമ്മേളനവും പിണറായി വിജയനെ തന്നെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് 2007 മെയ് 26-ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് 2007 ഒക്ടോബർ 1-ന് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ തിരിച്ചെടുത്തു. 2012 ഫെബ്രുവരി 10-ന് തുടർച്ചയായി 4ാം തവണയും CPIM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിണറായി വിജയനും EK നായനാരുമാണ് ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. 2015-ൽ ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിയുകയായിരുന്നു. നിലവിൽ CPMന്റെ ഉന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമാണ്. 2016-ൽ നടന്ന 14ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു. നിയമസഭയിൽ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയതിനെ തുടർന്ന് 2016 മെയ് 25-ന് കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 2021-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി
99 എന്ന ഫാൻസി നമ്പറുമായി അധികാരത്തിൽ തുടർച്ച നേടിയതോടെ മുഖ്യമന്ത്രി പദത്തിൽ പിണറായിയും തുടരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ മുതിർന്ന നേതാവെന്ന നിലയിലും പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും മികവ് തെളിയിച്ചുകൊണ്ട് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനായതും ജയിലിൽ അടയ്ക്കപ്പെട്ടതും രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുവാനുള്ള കരുത്തായി മാറി. കമ്മ്യൂണിസ്റ്റ് അനുയായികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് പിണറായി വിജയൻ എന്ന പേര്. മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേരുന്നു.